+1 എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഉപന്യാസം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെ, ഉപന്യാസം ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടാവില്ല. ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യമുണ്ടാവും. അതിൽ നമ്മൾ പ്രഡിക്ഷൻ എന്ന് വലിയ അക്ഷരത്തിൽ കാണുമ്പോൾ നിങ്ങൾ ഞാനെന്തോ പ്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ പറഞ്ഞത് വരും എന്നൊന്നും അർത്ഥമല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ കണ്ടതുപോലെ ചില വർഷത്തിൽ വന്ന ചോദ്യങ്ങളുടെ ക്രമം അനുസരിച്ച് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഈ ചോദ്യം വരാം, നിങ്ങളെല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കണം. അത് വരാൻ, അങ്ങനെ പഠിക്കണമെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അത് മുൻകാലങ്ങളിൽ വന്ന മുൻകാല വർഷങ്ങളിൽ വന്ന പരീക്ഷാ പേപ്പറുകളിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഉപന്യാസം 6 മാർക്കിനോ 8 മാർക്കിനോ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഉപന്യാസം തയ്യാറാക്കുക. നിങ്ങൾ നോക്കൂ, 2023 ചോദിച്ചാണ്, എന്തിനു മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങളല്ല, മാത്രകൾ മാത്രം ഊഞ്ഞാലിൽ. വൈലോപ്പിള്ളി പറയുന്ന മനുഷ്യ മനസ്സിന്റെ ചില മുന്തിയ സന്ദർഭങ്ങൾ തന്നെയാണ് ബഷീർ പറയുന്ന അനർഘ നിമിഷവും. 2 പാഠഭാഗവും വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഊഞ്ഞാലിൽ എന്ന കവിതയാണ്, മറ്റൊന്ന് കഥയാണ്. ഒരു കവിതയിലും കഥയിലെയും ആവിഷ്കരിച്ചിരിക്കുന്ന ഭാവം സാധ്യതയുള്ളത് അനർഘ നിമിഷത്തിലെയും ഊഞ്ഞാലിലെയും സാധ്യത പറയാൻ കാരണം എന്താണെന്നറിയോ? അനർഘ നിമിഷത്തിലും കവിത പോലെ കാവ്യാത്മകമായ ഭാഷയിലാണ് അനർഘ നിമിഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കവിതയോട് ചേർത്ത് വെച്ച് നിരൂപണം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നതാണ്. അതുകൊണ്ടാണ് സാർ ഈ ചോദ്യം എടുത്തത്. അടുത്ത നോക്കൂ, സ്ത്രീ ജീവിതത്തെ സംബന്ധിച്ച പരമ്പരാഗത കാഴ്ചപ്പാടുകളിൽ നിന്ന് പുതിയ ബോധത്തിലേക്ക് സംക്രമിക്കുന്നതിന്റെ ആവിഷ്കാരമാണ് സംക്രമണം കവിത. ഉപന്യാസം തയ്യാറാക്കുക. 1ാമത്തെ സ്ഥാനം മക്കള് ഇതിന് കൊടുക്കുക. സംക്രമണം എന്ന കവിത ആ ഉപന്യാസത്തിന് സാധ്യതാ പട്ടികയിൽ ഉള്ളതാണ്. ഇത് വരില്ല നല്ല കവിതയും കഥയും ചോദിക്കാം. നമുക്കതിന് അടുത്ത് നോക്കൂ, ഊഞ്ഞാലിൽ എന്ന കവിത ജീവിതത്തിന്റെ പ്രത്യാശയുടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണോ? 2ാം സ്ഥാനം നമുക്ക് ഇതിന് കൊടുക്കാം. 3ാം സ്ഥാനം നമുക്ക് ഇതിന് കൊടുക്കാം. കാരണം എന്താണെന്നറിയോ? ഊഞ്ഞാലിൽ സ്വന്തമായി തന്നെ ഒരു ഉപന്യാസത്തിനുള്ള എല്ലാ വസ്തുതകളുമുള്ള കവിതയാണ് ഊഞ്ഞാലിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും വരാം. പക്ഷെ 1ാം സ്ഥാനം നിങ്ങൾ എപ്പോഴും സംക്രമണത്തിന് കൊടുക്കണം. സംക്രമണത്തിനും ഉപന്യാസത്തിനും അഭിപ്രായത്തിനും ഒക്കെ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാം. കാരണം അത് സമീപകാലത്തോട് സംസാരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കാലം കഴിയുമ്പോൾ ജീവിത കുപ്പായത്തിന് നിറം വാങ്ങുന്നു. ഊഞ്ഞാലിൽ എന്ന കണ്ട 3 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം, ഇത് രണ്ടിനും കൂടെ കൂടിയിട്ട് ആവർത്തിച്ച് വന്ന ചോദ്യം എന്ന നിലയ്ക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ നിന്ന് ഒരു ഉപന്യാസം നമുക്ക് പ്രതീക്ഷിക്കാം. 1ാം സ്ഥാനം ഇതിന് കൊടുക്കുമ്പോൾ 2ാം സ്ഥാനം നമുക്ക് ഇതിന് രണ്ടിനും കൂടെ കൊടുക്കണം. ഇനിയോ അടുത്തത് നോക്കൂ നിങ്ങൾ, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയ്ക്കും പെൺകുട്ടിക്കും സ്വാതന്ത്ര്യത്തോളം ബന്ധപ്പെട്ടതാണ്. ഉപന്യാസം തയ്യാറാക്കുക. സാധ്യതയുള്ളതാണ്. പിന്നെ ഇനിയും അറ്റുപോയിട്ടില്ല സ്നേഹത്തിന്റെ പൊക്കൾക്കൊടി ബന്ധത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരങ്ങൾ ശസ്ത്രക്രിയ എന്ന കഥയെ വിശദീകരിക്കുന്നു. ലഘു ഉപന്യാസം ഇതിന് സാധ്യത ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഏറ്റവും അവസാനം കൊടുത്താൽ മതി. സംക്രമണത്തിന് 1ാം സ്ഥാനം കൊടുക്കും, ഊഞ്ഞാലിന് 2ാം സ്ഥാനം കൊടുക്കാം. ഓർമ്മയുടെ ഞരമ്പിൽ നിന്നും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമുക്ക് അവസാനമായി ഇതിന് അവസരം കൊടുക്കാം. അപ്പൊ നിങ്ങൾ സംക്രമണം എന്ന കവിത ആഴത്തിൽ പഠിക്കുക. കാരണം അതിൽ നിന്ന് ആസ്വാദനക്കുറിപ്പോ അഭിപ്രായക്കുറിപ്പോ ഉപന്യാസമോ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ലേഖനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം മക്കള്. ലേഖനങ്ങൾ, നിരൂപണങ്ങൾ ഇവയ്ക്ക് അതിൽ നിന്നും ഉപന്യാസത്തിന് മറ്റൊരു സാധ്യതയുള്ളത് അത്തരം ഒന്ന് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിൽ നിന്ന്, അതുപോലെ സിനിമയും ജീവിതവും തമ്മിൽ അതൊന്ന്, പിന്നെ കവിതയുടെ കുറിച്ച് MN വിജയന്റെ നിരൂപണത്തിൽ നിന്ന്, ഇങ്ങനെയുള്ളതിൽ നിന്ന് ഉപന്യാസത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള നിരൂപണങ്ങളും ലേഖനങ്ങളും മക്കൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം എന്നർത്ഥം. ചോദ്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സംക്രമണം എന്ന കവിതയിലെ ചോദ്യത്തിനാണ് ഉപന്യാസത്തില് സാധ്യതയുള്ള. പിന്നെ ഉപന്യാസത്തിൽ നിരന്തരമായി ചോദിക്കുന്നത് ലേഖനങ്ങളിൽ നിന്നും നിരൂപണങ്ങളിൽ നിന്നും ഒക്കെയാണ്. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇത് നിങ്ങൾ പേപ്പറാണ്. ഉപന്യാസത്തിന് ശീർഷകം സെന്റർ ആയിരിക്കണം. ബാനർ ഹെഡ്ലൈൻ നടുവിലായിരിക്കണം ഉപന്യാസത്തിന് ശീർഷകം കൊടുക്കേണ്ടത്. ഇവിടെ ശീർഷകം, ഇവിടെ ആമുഖം, പിന്നെ ഇവിടെ
ഖണ്ഡിക. 3 ഖണ്ഡിക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫാ. 3 പാരഗ്രാഫ് എങ്കിലും ഉണ്ടാവണം. അവസാനം ഉപസംഹാരം. ഈ ക്രമത്തിൽ വേണം ആമുഖം എഴുതുക, ആശയം എഴുതുക, ഉപസംഹാരം എഴുതുക, ശീർഷകം കൊടുക്കുക. ഇങ്ങനെ കൃത്യമായ ആമുഖവും ആശയവും കൺക്ലൂഷനും അല്ലെങ്കിൽ ഉപസംഹാരവും 3 പാരഗ്രാഫ് ആക്കി തിരിക്കുക. നല്ല ബാനറായിട്ടൊരു ശീർഷകം കൊടുക്കുക. ഇതൊക്കെയാണ് ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഉപന്യാസം എഴുതാൻ എന്റെ മക്കൾ പഠിച്ചല്ലോ. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ മക്കൾ.